ഗായ്സ് നമ്മളിപ്പോൾ പഹൽഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ ഇവിടെ നിന്ന് ഒരു യൂണിയൻ ക്യാബ് എടുത്തിട്ട് വേണം പോവാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈഡിൽ ഫുള്ളായിട്ട് മഞ്ഞുള്ള മലകളാണ് കേട്ടോ. പക്ഷെ നമ്മൾ പോകുന്ന റോഡിൻ്റെ ഇവിടെ എവിടെയും മഞ്ഞില്ല. ഓ സോറി, ഇവിടെ കാണില്ല. ഫ്രണ്ടിൽ കണ്ടോ നല്ല വെയിലും പരിപാടിയൊക്കെയാണ്. പക്ഷെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ അറൗണ്ട് 9,000 ഫീറ്റ് ഇൻ സീ ലെവൽ. സീ ലെവലിനൊരു 9,000 കിലോമീറ്റർ മേലത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും ഹൈറ്റിലുള്ളൊരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാക്കും. നമ്മൾ ഗൊണ്ടോല റൈഡിൽ കയറി പോയത് ജസ്റ്റ് 3,000 ഫീറ്റിൽ മാത്രമായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്ന 9,000 ഫീറ്റിലോട്ടാണ്. എക്സ്പെക്ടിങ് സ്നോ. പക്ഷേ എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടെ ഇപ്പോൾ സ്നോ ഒന്നും വലുതായിട്ടില്ല എന്നാണ് പറയുന്നത്. രാവിലെ -6 ഡിഗ്രി ആയിരുന്നു ഇവിടുത്തെ എന്താ പറയുക ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ -6 ഡിഗ്രി ആയിരുന്നു എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല രസമല്ലേ കാണാനായിട്ട്. പക്ഷേ നമുക്ക് ഈ വ്യൂ കണ്ടുകൊണ്ട് തന്നെ ഇതിൽ പോവാം കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം കയറിയപ്പം മുതൽ ഈ ഒരു വ്യൂ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. അത്രയ്ക്ക് നല്ല രസമുണ്ട് ഈ ഒരു വ്യൂ കാണാനായിട്ട്. വീടുകളുടെ സ്ട്രക്ചറും ടെക്സ്ചറും മെജോറിറ്റി എല്ലാം വുഡിലാണ് എടുക്കുന്നത്. മറ്റേ പിന്നെ എല്ലാ വീടുകളുടെയും മേൽക്കൂര നോക്കുകയാണെങ്കിൽ ഷീറ്റ് തകരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഷീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്നോ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അത് ഹീറ്റ് നല്ല രീതിക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ, നല്ല ഹീറ്റാണല്ലോ അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ ഒരു സംഭവം ഇവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും തയ്യൊരു ഇങ്ങനെ പാറ ഇങ്ങനെ ചെതറി കിടക്കുന്നതാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഈ നിറയെ കല്ല് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ മരങ്ങളും. പക്ഷേ ഈ വെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് തണുപ്പില്ല എന്ന് മാത്രം വിചാരിക്കുന്നത്. അത്യാവശ്യം പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനും സച്ചിനും രഞ്ജനാക്കിയാണ്. ഞങ്ങൾ 3 പേരാണ് പുറകിലിരിക്കുന്നത്. മുൻപിലായിട്ട് അശ്വിനിയും വിഷ്ണു ഇരിക്കുന്നുണ്ട്. ഓക്കെ, അശ്വിനി വിഷ്ണു ഇരിക്കുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിലായിട്ട് നമ്മുടെ വേറെ പ്രോ ഇരിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈവറെ ഓടിക്കാനായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണിച്ചു കൊടുത്ത. ഓക്കെ, ഇതാണ് അവൾ കാണിച്ചു തരാൻ പറയുന്നത്. ഫുൾ ഭയങ്കര താഴത്തോട്ട് നല്ല ആഴമുണ്ട് കേട്ടോ. ഓക്കെ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വഴി കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയൊക്കെ ആണിങ്ങനെ അത്യാവശ്യം പോകാൻ പറ്റത്തുള്ളൂ. ഒരു വണ്ടി വന്ന ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. കണ്ടോ, ഈ വണ്ടി പോയി കഴിഞ്ഞാൽ ഇനി അവിടെ 2-3 വണ്ടികൾ വരാനുണ്ട്. അത് ഈ വണ്ടി പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ വണ്ടി പോകും. അങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോവാം. വലിയ വണ്ടികളാണെങ്കിൽ ഇതിനേക്കാളും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും പോകാൻ. നമ്മുടെ ഈ വണ്ടി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞ ശേഷം ആ വണ്ടി പോകും. അങ്ങനെയാണ് ഈ ഒരു റൂട്ടിൻ്റെ അവസ്ഥ. അത്യാവശ്യം നല്ല താഴ്ചയുള്ളൊരു റോഡാണ്. ഇനി മേലേത്തോട്ട് പോകും തോറും ഇന്നും താഴ്ച ഭയങ്കരമായിട്ട് കൂടി വരും കേട്ടോ. നല്ല ഹെയർപിൻ വളവൊക്കെ ഉണ്ട്. അടുത്തൊരു സംഭവം കണ്ടോ, ഭയങ്കര നല്ല രസമുണ്ട്. പക്ഷെ അത്യാവശ്യം ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയം ഉണ്ടാക്കുന്ന ഒരു ഫീലുള്ള സ്ഥലങ്ങൾ കൂടെയാണ്. എയർപിൻ. ഓക്കെ, നല്ല എയർപിൻ പിൻസ്, നിറയെ എയർപിൻ പിൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതെ, ഇവിടെ നിറയെ എയർപിൻ പിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ പഹൽഗം വന്നെത്തി കേട്ടോ. ഇവിടെ പുറകിൽ ഒരു ഐസും ഇല്ല, പക്ഷേ പുറകിൽ ഐസുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നിറയെ ഐസുണ്ട് കേട്ടോ. ഇത് സ്നോ വീൻ എടുക്കുന്നുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് സ്നോ വീൻ എടുക്കുക. അവിടെ വാട്ടർ പല സ്ഥലങ്ങളിലും ഫ്രീസ് ആയി നിൽക്കുക കേട്ടോ. കുറേ ആൾക്കാർ പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ താഴെ ഇറങ്ങി പോവാം.
പോസ്റ്റ് ആ ആ ആക്ച്വലി അവിടെ ഒരു ടെൻ്റാണോ അതെന്താ? അല്ല, അത് ആക്ച്വലി നമ്മൾ ഈ ബങ്കർ ഒരു വീട് തന്നെയാണ്. ഔട്ട് പോസ്റ്റ് എന്നൊക്കെ ഒരു പറയത്തില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് സാധനം. നമുക്കൊരു നൈസായിരിക്കും. നമുക്കൊരു കറക്റ്റ് ഗെയിംസ് ഓഫ് ത്രോണിന്റെ ഒരു വൈബാ ഈ മരം ആ ഒരു സ്നോ ലാൻഡ് എന്നുള്ളത്. ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കണ്ടവർക്ക് മേ ബി കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അവൻ പറഞ്ഞത് എന്താന്ന്. ഞാനെന്താ പറയേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.5 hour ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഇവിടെ ക്യാബ് എടുത്തിട്ട് വന്നതുകൊണ്ട് അവർക്ക് ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിനനുസരിച്ചിട്ടേ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല, സ്വന്തമായിട്ടുള്ള വണ്ടിയിലാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര നേരം വേണമെങ്കിലും നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാബൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ യൂണിയൻ ക്യാബ് എടുത്തിട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും നേരം ഇവിടെ നിൽക്കേണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല ട്രോൾ ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മളെ ട്രോള് കണ്ട് ചിരിച്ചൊരു സംഭവമുണ്ട്. അതിനാടാ പോകുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ട്രോളെല്ലാം കണ്ട് ചിരിച്ചൊരു സംഭവമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിൽ എങ്ങനെയാണ് പോസിബിൾ ആവണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവരുടെ ഈ ഒരു ഐഡിയ എങ്ങനെയാണ് പോസിബിൾ ആവണമെന്ന് നമുക്ക് അറിയത്തില്ല. അവരെങ്ങനെ എന്തുദ്ദേശിച്ചാണ് ഇത് ചെയ്തേക്കണമെന്നും അറിയത്തില്ല. ദേ കണ്ടോ, 4 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ടോയ്ലറ്റ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഈ വേലയൊക്കെ കണ്ട് ജാലിയായിട്ട് ഈ ടോയ്ലറ്റിലിരുന്ന് പോവാം കേട്ടോ. പോകുന്നുള്ളവർക്ക് ഇവിടെ വന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. രാവിലെ എനിക്ക് ഇവിടെ ഇരുന്ന് എൻ്റെ സ്നോ ഒക്കെ വീണ് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാം ഇവിടെ ഇരുന്നുകൊണ്ട്. ഓക്കെ, ഈ ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നു വീഡിയോയിൽ. പക്ഷെ അത് ഈ സ്ഥലമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇതൊരു നല്ല അവരത് അത്രയും വേണം ഇവിടെ നിൽക്കുന്നത്. അവിടെ അവർ നിൽക്കുന്നത്. നമ്മുടെ കൂടെ നേരം അവിടെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ അത് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമുള്ളൊരു സ്പോട്ട് കൂടിയാണ് ഇത്. ഇപ്പോൾ വലിയ തണുപ്പ് ഫീൽ ആവുന്നില്ല. കാരണം എന്താ, നല്ല രീതിക്ക് നമ്മുടെ സൂര്യനുണ്ട് ഇവിടെ. അതുകൊണ്ട് വെയിൽ ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നം നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഇനി സമയമാകും തോറും നല്ല രീതിക്ക് തണുപ്പ് കയറി വരും. ഓക്കെ, നമുക്ക് താഴെ പോവാം. ഞാൻ എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ വരുമ്പോൾ അവിടെ ഐസൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് അവിടെ വീട്ടിൽ സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞ് വാ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ജാക്കറ്റ് മാത്രം എടുത്തിട്ടിട്ട് കയറി വന്നു. ഗ്ലൗസ് ഇടാൻ മറന്നു. ഇനിയിപ്പോൾ ഇവിടെ ഐസിൽ എങ്ങനെ കളിക്കും നമുക്ക് അറിയത്തില്ല. സ്നോ എറിഞ്ഞ് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഇനി സ്നോ എറിഞ്ഞെന്ന് പറഞ്ഞാൽ കൈ ആകെ ഫ്രീസായി പോകും. ഓക്കെ, അങ്ങനെ നമ്മൾ മഞ്ഞുള്ള സ്ഥലത്തിലോട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഷാറുഖ് ഖാനെ പോലെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് അതാണല്ലോ. ഷാറുഖ് ഖാനെ പോലെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുക, ചെറിയ വീഡിയോ എടുക്കുക. ഓക്കെ, അത്യാവശ്യം നല്ല തുടങ്ങി നടക്കുന്നുണ്ട്. അശ്വിനി അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ വെള്ളമല്ല, പല സ്ഥലങ്ങളും ഐസായി നിൽക്കുന്നുണ്ടോ? വെള്ളം ഇവിടെ ഐസായി നിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളും വെള്ളം ഐസായി കെട്ടിയായി നിൽക്കുന്നുണ്ട്. മാക്സിമം അതിനെ ഐസായി നിൽക്കുന്നതിൻ്റെ അടിയിൽ കൂടിയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ ഇതിൽ കളിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മഞ്ഞിൽ കളിക്കാം. മഞ്ഞിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയും കളിക്കാം. മഞ്ഞ് അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ മണ്ണുണ്ട്. നമുക്ക് തട്ടിക്കളിക്കാം, നടക്കാം.
ദേ. അടിപൊളി സ്ഥലം. കയ്യിൽ മഞ്ഞെടുത്ത് നോക്കട്ടെ, എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല കേട്ടോ. മഞ്ഞെടുത്ത് നോക്കാം, എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. നല്ല രീതിക്ക് തണുപ്പുണ്ട്. നല്ല രീതിക്ക് തണുപ്പുണ്ട്. കൈ നല്ല രീതിക്ക് തണുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഗുൽമാർഗ് പോയ സമയത്ത് അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഐസിൽ കളിച്ചായിരുന്നു. അത് ഇതിട്ടിട്ടുണ്ടായിരുന്നില്ല, ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിടാതെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്നേരം നമുക്ക് കയ്യിൽ വലിയ പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നല്ല രീതിക്ക് പ്രശ്നമാണ്. കാരണം നമ്മളപ്പോൾ കളിക്കുമ്പോൾ ഉച്ച സമയമായിരുന്നു, നല്ല രീതിക്ക് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു 5 മണി ആവുന്ന, ഒരു 4:30 ആവുന്നത്. അപ്പോൾ ആ സമയത്തെ തണുപ്പ് സ്റ്റാർട്ട് മീൻസ് നമുക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് ഇവ ഐസെല്ലാം തൊടുമ്പോൾ നല്ല മഞ്ഞ് തണുത്ത ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കാശ്മീർ വരുന്ന ആൾക്കാർ ഈ സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത്. ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടെയാണ്. ആദ്യം ഈ സമയത്ത് നമ്മുടെ എല്ലാം അവിടെ ഉള്ള പോലെ തന്നെ ഇവിടെ മഞ്ഞ് വീഴ്ച കുറവാണ്. ഈ സമയം നമ്മൾ വന്നൊരു സമയത്ത് മഞ്ഞ് വീഴ്ച എല്ലാം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇതിനേക്കാളും നല്ല വ്യൂ കിട്ടും കേട്ടോ. നല്ല മഞ്ഞുള്ള സമയത്ത് വന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടും കേട്ടോ അവിടെ. വെള്ളം ഐസായി നിൽക്കുന്നുണ്ടോ? അതാ നമുക്ക് ഇവിടെ ഇത് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. വെള്ളം നല്ല രീതിക്ക് ഐസായി നിൽക്കുക. മേ ബി ചിലപ്പോൾ നടക്കുവാണെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പൊട്ടി അകത്തോട്ട് വഴുക്കോട്ടോ. അത് വഴുക്കും, നല്ല രീതിക്ക് വഴുക്കും. വഴുക്കി വീഴാൻ ചാൻസ് ഉണ്ട്. ഫ്രീസായി നിൽക്കുന്നുണ്ടോ വെള്ളം? ഇവിടെ മാത്രം ഫ്രീസായി നിൽക്കട്ടെ, അവിടെ എല്ലാം വെള്ളം നിൽക്കുന്നുണ്ടോ. പക്ഷെ ഇവിടെ ഫ്രീസായി നിൽക്കണം. നമ്മളത് ഈ വെള്ളച്ചാട്ടത്തിൽ ഈ ഒരു വെള്ളം ഒഴുക്കിൻ്റെ അങ്ങോട്ടേക്ക് കടന്ന് പോകാൻ വേണ്ടി നിൽക്കണം. ഈ വഴി അങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ ഒരു 2 തടിയെല്ലാം ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട്. വെള്ളം അതിൻ്റെ ഫ്രീസ് അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം എടുക്കുന്നുണ്ടോ. നമ്മളിപ്പോൾ വന്ന സമയം വലിയ തിരക്കൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്കിവിടെ ഇതിൽ കൂടെ എല്ലാം തിരക്കില്ലാതെ നടന്നു പോകാൻ പറ്റും. ഞാൻ എന്താ ഇതിന്റെ നടുവിൽ നിൽക്കുക കേട്ടോ. കണ്ടോ? ഓക്കെ, ഞാനങ്ങനെ ക്രോസ് ചെയ്തു. അച്ഛൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. വേറൊരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുക്കാനായിട്ടാണ് നിൽക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഐസായി നിൽക്കുന്നത്, ഐസായി നിൽക്കുന്നതിൻ്റെ അടിപൊളി വെള്ളം. ഇങ്ങനെ ഒഴുകി നമ്മൾ വന്ന അവളുടെ അടിപൊളി. നമ്മളിങ്ങനെ ഈ വഴി ഇങ്ങനെ കയറി അങ്ങോട്ടേക്ക് പോകണം. ഇങ്ങനെ കയറി അങ്ങോട്ടേക്ക് പോകണം. അതിന് വഴിയുണ്ടോ? അതിൽ നമുക്ക് പോകാൻ പറ്റും. ഈ വഴി കൂടെ നമുക്ക് അവിടെ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം സ്ലിപ്പാവുന്നുണ്ട്.
എടാ വായോ. അവര് മാറാൻ വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്യുമായിരുന്നേ. സച്ചിനാ ഫസ്റ്റ് വരുന്നത്. എടാ നോക്കി വായോ. ഓ സ്ലിപ്പായി. കണ്ടോ, ഈ സൈഡ് ഫുൾ വെയിലടിക്കുന്നുണ്ട്, ഈ സൈഡൊന്നും വെയിലില്ല. അതുകൊണ്ട് ഈ ഭാഗം ഫുൾ മഞ്ഞിൽ പെട്ടി കിടക്കും കേട്ടോ. ഈ ഭാഗത്ത് വെയിലടിക്കുന്നതുകൊണ്ടായിരിക്കും മഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റാത്തത്. കാരണം ചൂട് ഈ ഒരു സൈഡ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെ സ്ലിപ്പാവും കേട്ടോ. കയറുന്ന സമയത്ത് ഈ ഒരു വഴി നല്ല രീതിക്ക് സ്ലിപ്പാവുന്നുണ്ട്. നമ്മളതുകൊണ്ട് ഇത് ഈ ഒരു വഴിക്ക് എങ്ങനെ കയറുന്നത്. ഓ ഷിറ്റ്. ഒന്ന് സ്ലിപ്പായിരുന്നു. ആ പറഞ്ഞ സംഭവം ഈ ഒരു സ്ഥലത്തിലോട്ട് നമ്മൾ വന്നേ. അങ്ങനെ നമ്മൾ നടന്ന് വന്ന് ഈ ഒരു സംഭവത്തിനടുത്ത് വന്ന് എത്തി. എന്നിട്ട് അതിനകത്ത് എന്താണെന്ന് നമ്മളൊന്ന് നോക്കാം കേട്ടോ. ഇതിനകത്ത് എന്താണെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. ഓക്കെ, ഇതിനകത്ത് ആക്ച്വലി അങ്ങനെ എവിടെ എന്തോ മറ്റേ കുതിര പോലത്തെ സാധനമൊക്കെ കിട്ടിയിട്ടുള്ള സംഭവം എന്നാണ് തോന്നുന്നത്. പിന്നെ അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അടുപ്പുണ്ട്. ഇത് ആര് കത്തിച്ചിട്ടുണ്ട് ഇവിടെ സംതിങ്. ഇതാണ് സ്ഥലം, ഇതാണ് ഇതിനകത്തുള്ളത്. പിന്നെ അത് ഐ തിങ്ക് അത് ടോയ്ലറ്റാണെന്ന് തോന്നുന്നത്. ഇവിടെ അടുത്ത് തന്നെ ടോയ്ലറ്റും ഉണ്ട്. ഇവിടെ ഇവിടെ നമുക്കാണെങ്കിൽ ഫയർ ക്യാമ്പ് ഫയർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ക്യാമ്പ് ഫയറിൽ ഇരുന്നിട്ട് കണ്ടോ, ഇറ്റ്സ് നൈസ്. കുറച്ച് നേരം നമുക്ക് കയ്യൊന്ന് ചൂടാക്കാം. ഫോണൊക്കെ ഭയങ്കര തണുത്ത് ഫ്രീസായി നിൽക്കുക. ഗ്ലൗസ് എടുക്കാത്ത ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഇവിടെ കാക്ക കാറുന്നുണ്ട്. കാക്കയെ കാണിച്ചിരാം. ഇവിടെ ആദ്യം സെൻട്രലായിട്ട് നോക്കണേ കാക്ക. കേട്ടോ, ഇവിടെ നമ്മൾ മേലെ വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. അത്യാവശ്യം അറൗണ്ട് 9000 ഫീറ്റിന് മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്, സീ ലെവലിൽ നിന്ന്. ഓക്കെ, ഇവിടെ എല്ലാവരും മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, സച്ചിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. I want also that type of photo. എൻ്റെ പൊന്നു, എന്തോ ഒരു ലൊക്കേഷനാണ്. സച്ചിന് ഭയങ്കര ഫ്രെയിമിൽ നല്ല രസമില്ലേ കാണാൻ. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ലാൻഡ് സ്ലൈഡർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഇത് ഇവിടെ ലാൻഡ് സ്ലൈഡർ നടന്നതാ ഇവിടെ. പുക വന്ന് നിൽക്കുന്നുണ്ടോ? ഇതേ അവിടുത്തെ ആൾക്കാരെല്ലാം ഓടി വരുന്നുണ്ട്. അവിടെ ഇപ്പം ലാൻഡ് സ്ലൈഡർ നടന്നുണ്ടോ? അതാ ലാൻഡ് സ്ലൈഡർ നടന്നുണ്ടോ? അതെന്താ അത് കാണുന്നില്ലേ? ആ അതാ അവിടെ കല്ല് വീഴുന്നുണ്ട് കേട്ടോ. കല്ല് വീഴുന്ന് കാണുന്നുണ്ടോ? അതെ, ആക്ച്വലി ഇതാ വൻ സീനായിട്ട് നിൽക്കുവാണേ. ആർക്കും ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങോട്ടേക്കാരും പോയിട്ടില്ല. പക്ഷേ സംഭവം ഇവിടെ വെച്ചപ്പോൾ നടന്ന് ഈ ഒരു മലയിൽ നട്ടോ വീണേക്കുന്നത് കാണാം.
കണ്ടോ, ഇയാളുടെ താഴെ ഫുള്ള് ആൾക്കാർ നിൽപ്പുണ്ട്. അത് കുറച്ച് ഇങ്ങോട്ടേക്കാണ് വീണതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആൾക്കാരുടെ മേലത്തോട്ടായിരിക്കും വീണിട്ടുണ്ടാവും. അപ്പം അങ്ങോട്ടേക്കാണ് വീണേക്കുന്നത്. അപ്പോൾ അവിടെ ആരും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ആ കല്ല് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കല്ല് വീണത്. കുഞ്ഞു കുഞ്ഞു കല്ല വീണുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നിൽക്കുന്ന അടുത്തുള്ള മലയിലാണ് ലാൻഡ് സ്ലൈഡ് നടന്നിരിക്കുന്നത് കേട്ടോ. അവിടെ എല്ലാവരും അതാ നോക്കി നിൽക്കുന്നത്. നമ്മൾ വന്ന സമയം എന്തായാലും കൊള്ളാം. ഇതാണ് സ്ഥലം. ദീ വീഴുന്നുണ്ട് അവിടെ കല്ല് വീണ് വലിയ വലിയ കല്ലാട്ടോ വീഴുന്നേ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കളിയും ചീരയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇത് വന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ താഴെ ഇറങ്ങി അതിന് മേളിൽ നിന്ന് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായി മേലിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. നല്ല രീതിക്ക് സ്ലിപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് റിട്ടേൺ ആക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.